ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മുടെ ഈ നാട്ടിലെ മണ്ണ്, വെള്ളം, ശുദ്ധവായു, നമ്മുടെ തൊടിയിലെ മാങ്ങയും ചക്കയും പച്ചക്കറികളും കൊണ്ടുള്ള നാടൻ വിഭവങ്ങൾ, ലോകത്തിലെ ഏത് കോണിലിരിക്കുന്ന മലയാളിയും മിസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കായി ചക്കക്കുരു കൊണ്ട് ഞാനൊരു നാടൻ വിഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല പഴുത്ത ചക്കയിൽ നിന്നെടുത്ത ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഇതിന് നല്ല വഴുവഴുപ്പുണ്ട് കഴുകി കഴിഞ്ഞതിന് ശേഷവും. അതുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ചെറിയ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇടിച്ചിട്ട് എടുക്കാം. പിന്നെ എക്സ്പേർട്ടിന് പിന്നെ പറയണ്ടല്ലോ, അവർക്ക് പിന്നെ ഏത് അവസ്ഥയിലാണെങ്കിലും അവർ നല്ല സൂപ്പറായിട്ടങ്ങ് അരിഞ്ഞെടുക്കും. അപ്പം ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് എറണാകുളം സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ താഴെ കണ്ണൂരിൻ്റെ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം താഴെ കുറേ പേര് കമൻറ്റായിട്ട് വന്നിട്ട് പറഞ്ഞു മറ്റു നാടൻ വിഭവങ്ങളും കൂടി ഉണ്ടാക്കണേ എന്ന്. അപ്പോൾ ഇത്രയും വൈകിയത് മനഃപൂർവ്വമായിരുന്നില്ല. നമ്മൾ ചുമ്മാ യൂട്യൂബിൽ കയറിയിട്ട് മറ്റു നാടിൻ്റെ വിഭവങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഒന്നുകിൽ നമ്മൾ വർഷങ്ങളായിട്ട് കഴിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കണം, ഇല്ലെങ്കിൽ വർഷങ്ങളായി വിഭവം ഉണ്ടാക്കിയിട്ട് ആ സ്ഥലത്ത് താമസിച്ച ഒരാളിൽ നിന്നെടുത്ത റെസിപ്പി ആയിരിക്കണം. എറണാകുളത്ത് ഏകദേശം 10-60 വർഷത്തിന് മീതെ താമസിച്ച ഒരാൾ തന്ന റെസിപ്പിയാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കണ്ണൂരൊന്നും ഇതുപോലത്തെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടേ ഇല്ല. ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും എൻ്റെ അറിവിലില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. ഒരു 1/4 വേവാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ മാങ്ങ ഇതുപോലെ കുറച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ട് ആ മാങ്ങ നമ്മൾ അതിലേക്ക് ചേർക്കണം. രണ്ടും ആദ്യം തന്നെ ഒന്നിച്ച് ചേർക്കാൻ പാടില്ല, അപ്പോൾ പിന്നെ ചക്കക്കുരു വേവില്ല. നമുക്ക് ചക്കക്കുരുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഏകദേശം 1/4 വേവായിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ മാങ്ങ ഇടണം. അതുപോലെ മാങ്ങയും അങ്ങ് ഉടഞ്ഞു പോകരുത്. മാങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് തിളക്കുക, അത്ര മാത്രമേ പാടുള്ളൂ. അപ്പം മാങ്ങ ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. ഒപ്പം കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്. വെള്ളം ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. കുറച്ച് വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ജീരകം. ഇത് എന്തിനോട് ചേർത്തരക്കണം? തേങ്ങയോട് ചേർത്തരക്കണം. ഇതിപ്പോൾ നമ്മുടെ തട്ടാം ഭാസ്കരേട്ടൻ സ്നേഹലതയോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുവാണ് അല്ലേ? നിങ്ങൾക്ക് ഭാസ്കരേട്ടനെ അറിയില്ലേ? തട്ടാം ഭാസ്കരേട്ടനെ ഞാൻ പുള്ളിയുടെ കട കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തട്ടാം ഭാസ്കരേട്ടൻ്റെ പഴയ കടയൊക്കെ ഇപ്പോഴും അതുപോലെ ഉണ്ട്. താഴെ അതിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം കേട്ടോ. അതുപോലെ നിങ്ങൾ ഏത് മിക്സിയാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഏകദേശം ഒരു 18 വർഷത്തോളമായിട്ട് ഈ ബ്രാൻഡിൻ്റെ മിക്സിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ താഴെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇങ്ങനെ അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാൻ മറക്കരുതേ. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താളിപ്പ് തയ്യാറാക്കാം. ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, താളിപ്പിന് എന്തായാലും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും വേണം. ഒപ്പം കുറച്ച് കടുകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ചിടാം. അപ്പോൾ നമ്മുടെ എറണാകുളം സ്പെഷ്യൽ ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.